വികലാംഗിയായ വീട്ടമ്മയെയും കുടുംബത്തെയും ഫിനാൻസ് നടത്തിപ്പുകാർ പുറത്താക്കി വീട് പൂട്ടി. സാമ്പത്തിക കുടിശ്ശികയെ തുടർന്നാണ് നടപടിയെന്നാണ് ഫിനാൻസുകാരുടെ വാദം. എന്നാൽ ആരുമില്ലാത്ത സമയത്ത് വീട് പൂട്ടിയത് വിവാദമായതോടെ വാർഡ് മെമ്പർ ഇടപെട്ട് വീട് തുറന്നു കൊടുത്തു. ആര്യങ്കോട്, ചെമ്പൂര്, കരിക്കോട്ടുകുഴി, താന്നിമൂട്ടിലാണ് സംഭവം നടന്നത്. വികലാംഗിയായ ലിനിമോളും 2 മക്കളുമാണ് ഇവിടെ താമസിച്ചു വരുന്നത്. 2024 കുടുംബം 23 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരുന്നു. ഇതുവരെ ഏകദേശം 4 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചതായും കുടുംബം പറയുന്നു. ഇതിനിടെ ഗൃഹനാഥനായ ഷിജുവിന് അപകടം സംഭവിച്ച് കുറച്ചുനാൾ കിടപ്പിലായതോടെ ലോണടവ് മുടങ്ങിയിരുന്നു. ഈ മാസം 4-ാം തീയതി 1 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചതായും എന്നാൽ 5-ാം തീയതി വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ഉടമകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടിൽ കയറി പൂട്ടിയതായും കുടുംബം ആരോപിക്കുന്നു. കൂടാതെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചുവെന്നാണ് പരാതി. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടികളും മിനിമോളും വീടിന് പുറത്തു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വാർഡ് മെമ്പറും മറ്റ് ജനപ്രതിനിധികളും സ്ഥലത്തെത്തി വീടിൻ്റെ പൂട്ട് തുറന്ന് കുടുംബത്തെ അകത്ത് കയറ്റി കുട്ടികളെ സുരക്ഷിതരാക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ലിനിമോൾ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ലോൺ കുടിശ്ശിക അടയ്ക്കാൻ കൂടുതൽ സാവകാശം അനുവദിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ആരൊക്കെ താമസമുള്ളത്? ഞാനും 2 പിള്ളേരും. ഹസ്ബൻഡ് ഗൾഫിൽ. ഈ ബാങ്കിൽ നിന്ന് എത്ര രൂപയാണ് നിങ്ങൾ മൊത്തം എടുത്തിട്ടുള്ളത്? 23. എത്ര രൂപ അടച്ചു നിങ്ങൾ? കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഈ 2026 2 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് പെൻഡിങ് വരാൻ കാരണം എന്താണ്? പെൻഡിങ് വരാൻ കാരണം ചേട്ടന് ഒരു ആക്സിഡൻ്റ് ആയിട്ട് സർജറി ഏകദേശം 1 വർഷത്തോളം ഇവിടെ വീട്ടിൽ കിടപ്പിലായിരുന്നു. അങ്ങനെയാണ് മുടക്കം ആയത്. ബാങ്കുകാർ ഇപ്പം എന്താണെന്ന് പറയുന്നത്? ഇപ്പം ജപ്തി ഭീഷണിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് പറയുന്നത്. അതെന്താ സംഭവം നടന്നത്? എന്താ സംഭവം നടന്നത്? 5-ാം തീയതി ഞാൻ 2:30 മണിയായപ്പോൾ കൊച്ചിനെ കൊണ്ട് ട്യൂഷന് വിടാൻ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ലോക്കായിരുന്നു. ലോക്കായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു. പക്ഷേ അവർ ഒരു സമീപനം ഉണ്ടായില്ല. ഇവിടെ വന്നിങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ പഞ്ചായത്തുകാർ നാട്ടുകാർ ഇടപെട്ടാണ് വീട് തുറന്ന് വീട്ടിൽ കയറ്റിയത്. 2 പിള്ളേരുണ്ട്. 2 പിള്ളേരുണ്ട്. 5-6 വയസ്സായ പിള്ളേരാണ്. നമ്മുടെ ഇത് ആര്യങ്കോട് പഞ്ചായത്തിൽ ചെമ്പൂര് വാർഡാണ്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ, ആര്യങ്കോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് വികസനകാര്യ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഒരു 8 ദിവസം മുമ്പ് ഉണ്ടായി. ബാങ്കുകാരൊക്കെ വന്നിട്ട് പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാം തീയതി പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു ഉറപ്പായിട്ട്. ഇവിടെ 4-ാം തീയതി ഈ വീട്ടിലെ ഗൾഫിലാണ്, സുഖമില്ലാതെ ഇവിടെ കിടന്നിട്ട് ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ അപ്പോൾ ഗൾഫിലെ സാഹചര്യക്കാർ അപ്പോൾ 1 ലക്ഷം രൂപ അടച്ചിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒട്ടിച്ച് ആ നമ്പർ അയച്ചു തന്നിട്ട് പറഞ്ഞു ഒന്ന് വിളിച്ച് സംസാരിക്കണം. 6-ാം തീയതി ഇപ്പോൾ എനിക്ക് കാശ് കിട്ടിയില്ല. 6-ാം തീയതി കുറച്ച് പൈസ കൂടി ഞാൻ സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു, ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസീവ് അവൻ എനിക്ക് അയച്ചു തന്നു. പറഞ്ഞ് നിങ്ങൾ ഒരു 10 ദിവസം ഡേറ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല. ഞാൻ പറഞ്ഞപ്പോൾ അവനെ ഞാൻ 2ാമത് വിളിച്ച് പറഞ്ഞു എന്തായാലും ഉറപ്പായിട്ട് 10 ദിവസം, അതായത് 6-ാം തീയതി കുറച്ച് എമൗണ്ട് കൂടി അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ വീണ്ടും വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് നോക്കട്ടെ, അതിൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ നിൽക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. വേറെ വരുന്ന കേസൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇവരാണെ ഒരു 4 മണി കഴിഞ്ഞപ്പോൾ ഈ ബാങ്കിൻ്റെ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച ആ നമ്പറിൽ നിന്ന് തന്നെ വേറെ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചോളൂ, ഞാൻ ഇവിടെ നമ്മളിവിടെ ബാങ്കിൻ്റെ നടപടികൾ കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറയാം. പോലീസ് വന്നിട്ടുണ്ടായിരുന്നു, പോലീസും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചിട്ട് പോയായിരിക്കും, വേറെ പൂട്ടി കേസോ ഒന്നും പറയുന്നില്ല. ഒരു 6-6:30 കഴിഞ്ഞപ്പോൾ ഇവിടെ വീട്ടിൽ ആളില്ലായിരുന്നു, ഇവരെ ബന്ധുവിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പോയിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ അകത്ത് കയറാൻ പറ്റുന്നില്ല, ലോക്ക് ചെയ്തിരിക്കും, ബാക്കിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കും, ബാക്കിൽ പോയിട്ടിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇവരിങ്ങനെ ഇവിടെ തുറന്നു നോക്കിയിട്ട് പറ്റുന്നില്ല. ഇതെന്നറിയാതെ ഇവർ ബാക്കിൽ പോയി നോക്കിയപ്പോഴാണ് ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടിച്ചിട്ട് അവിടെ നിന്ന് 2 ലോക്കിട്ട് ഒരു ഗ്രില്ലിൻ്റെ പൂട്ടും നമ്മളതിനകത്ത് എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടിയിട്ട് ഇവർ ഇവിടെ നിന്ന് പോയപ്പോൾ ഇവർ അവിടെ നിന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു. സ്റ്റേഷനിൽ പരാതി കൊടുപ്പോൾ അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു, 7:30 അടുപ്പിച്ച സമയം. അതുകൊണ്ട് ഇവരെ വിളിച്ച് പറയാൻ രസീത് കിട്ടിയിട്ടില്ല അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയി. ഇപ്പോൾ CA അല്ല SI ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രസീതൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇവർ എന്നിട്ട് നോക്കിയപ്പോൾ ഇവർക്ക് വേറെ പോകാൻ കിടക്കാൻ വേറെ സാഹചര്യമൊന്നുമില്ല. അവരെന്തൊക്കെ അറിയാനായിട്ട് നമ്മൾ നാട്ടുകാരെ നമ്മളെല്ലാം കൂടി കൂട്ട പൊട്ടിച്ചു ഒരകത്ത് കയറ്റുകയാണ് ഉണ്ടായത്.
ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പൂട്ട് പിടിച്ചിട്ട് നോക്കി പോകണമെങ്കിൽ ഇവിടെ അകത്ത് നമ്മളെ അകത്ത് ഓഫ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും ഒന്നിട്ട് അകത്ത് കയറി അവിടെയൊക്കെ നോക്കിയപ്പോൾ അവിടെ ഓഫ് ചെയ്തിട്ടില്ല. ഇവിടെ വെളിയിൽ നോക്കിയപ്പോൾ പീസ് കാണാനില്ല. പിന്നെ അതിനകത്ത് ഒരു 10 മിനിറ്റ് തപ്പിയപ്പോൾ പിന്നെ ഇതിൻ്റെ പീസ് ഉരുവി ഇതിനകത്ത് കൊണ്ടിട്ടിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ കോടതി വരെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഈ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. 2 കൊച്ചു പിള്ളേരും കാല് വീഴാത്ത അവരുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ജനപ്രതിനിധി നിന്നായിരിക്കും നമ്മുടെ നാട്ടുകാരൻ നമ്മൾ അവരോട് സംസാരിച്ചതാണ്. ഇത് നിങ്ങൾ ഒരു വിട്ടുവീഴ്ച ഒരു മാനുഷിക പരിഗണന. ഇപ്പോൾ ആ പയ്യൻ ഇവിടെ സുഖമില്ലാതെ കിടന്നിട്ട് ഗൾഫിൽ പോയതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അടയ്ക്കാത്തതിനെ ന്യായീകരിക്കുന്നതല്ല. അപ്പോൾ അടയ്ക്കാമെന്ന് പറയും. 1 ലക്ഷം രൂപ അടച്ചു, അടയ്ക്കാറുണ്ടെങ്കിൽ അവർ പറയുന്നതിന് ന്യായമുണ്ടായിരുന്നു. 1 ലക്ഷം രൂപ അടച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് അല്ലെങ്കിൽ ആ പൈസ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആ പൈസ ഇങ്ങനെ റിട്ടേൺ തരും, നമുക്ക് അവർക്ക് വീടാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കണമെങ്കിൽ സാമ്പത്തികമില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ പറ്റും, അതതിനകത്ത് ഇട്ടുപോയില്ലേ എന്നൊക്കെയാണ് അവരെ വാദങ്ങളായിരുന്നു. പക്ഷേ ഇത് കണ്ണിൽ ചോരയില്ലാത്ത കൊടും ക്രൂരതയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു വീട് ഇങ്ങനെ അതിക്രമിച്ച് സാധാരണ ബാങ്കിൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് നിർത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ആളില്ലാത്ത സമയത്ത് ഈ കള്ളന്മാർ കയറുമ്പോൾ ബാക്കിൽ കൂടി വന്നിട്ട് കുടിച്ചിട്ട് പോകും. കൂട്ട് പൊട്ടിച്ച് അകത്ത് കയറി ഇവിടെ ഫ്രണ്ട് അകത്തോട് നിന്ന് ലോക്ക് ചെയ്തിട്ട് വീട്ടിൽ വെളിയിൽ 2 ലോക്ക് ഇട്ട് കൂട്ടിയിട്ട് പോയി. എന്നാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞാൽ ഈ കറക്റ്റ് ഈ ഗുണ്ടായിസം ഇത് ഫിനാൻസ് പിരിമലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പട്ടിപ്പലിശയ്ക്ക് തുല്യമായ ഒരു ബാങ്കാണ്. ഇപ്പോൾ സാധാരണക്കാർ വേറെ സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വയസ്സാണ്. അപ്പോൾ അത് ഇവർ മാക്സിമം ചൂഷണം ചെയ്യുകയാണ്. നമ്മളൊരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ എടുക്കാൻ നമ്മളൊരു കുറേ പേപ്പറിൽ ഇവർ ഒപ്പിട്ടതാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴാരും ഇത് വായിച്ചു നോക്കത്തില്ല. അപ്പോഴും പറയുന്നത് അതിൻ്റെ പിന്നീട് ഇവരുടെ നിയമവശങ്ങളെന്ന് പറഞ്ഞ് എഴുതി ചേർക്കുകയും ഇതിനകത്ത് കാണിച്ചിട്ട് അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. എത്ര രൂപയാണ് അവരെടുത്തിട്ടുള്ളത്? അവരെടുത്തുള്ള 20 ലക്ഷത്തിന് അടുത്ത് എന്തോ ആണെന്നാണ് അവർ പറയുന്നത്. എത്ര രൂപ അടച്ചിട്ടുണ്ട്? അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വീട് പണിയിടന്ന് കഴിഞ്ഞപ്പോഴാണ് എന്തോ ലോൺ എടുത്തത്. ലോൺ എടുത്ത പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഈ പയ്യൻ ഒരു ആക്സിഡൻറ്റ് പറ്റി ഇവിടെ സർജറി കഴിഞ്ഞ് മുട്ടിലെ സർജറി 1 വർഷത്തിൽ കൂടുതൽ ഇവിടെ കിടപ്പിലൊക്കെ ആയിരുന്നു. നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ട് ഒരു 3-4 മാസത്തൊക്കെ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ അടച്ചു. ഇതിനു മുമ്പേ 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ഇനി അവർ എത്ര രൂപയാണ് അടയ്ക്കാനുണ്ടെന്ന് ഒരു പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ 6 ലക്ഷത്തോളം രൂപ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ 4 ലക്ഷം രൂപയെങ്കിലും അടയ്ക്കണമെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപയെങ്കിലും അടച്ചാലേ നമ്മൾ ഇവരെ നിയമ നടപടികളിൽ നിന്ന് പിന്മാറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപ ഇപ്പോൾ അടച്ചു. അത് 6-ാം തീയതി കുറച്ച് എമൗണ്ട് ഉറപ്പായിട്ട് അടയ്ക്കുമെന്ന് പറയും. 6-5 ലക്ഷം ഒത്തു എടുക്കാൻ പറ്റുന്ന അങ്ങനെ നോക്കിയിട്ടല്ലേ ഞാൻ അവരോട് ചോദിച്ചു. നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് 8-10 ലക്ഷം രൂപ ഒത്ത് അടയ്ക്കാൻ പറ്റുന്ന ഒരാളിന് ലോൺ കൊടുക്കാത്തത് എന്ത്? അപ്പോൾ നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ ഭാഗത്തുനിന്ന്